Dear students, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മോഡിൽ നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മോഡിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആസ് എ സ്റ്റുഡൻറ്റ്, നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വിൻഡോ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, ലോഗിൻ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതാണ് നാം അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ വിൻഡോ നിങ്ങൾക്ക് കാണാം, സ്റ്റുഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ഐക്കൺസ് കാണാം. ഡാഷ്ബോർഡ്, സൈറ്റ് ഹോം, കാലണ്ടർ, പ്രൈവറ്റ് ഫയൽസ്, മൈ കോഴ്സസ് എന്നൊക്കെ കാണാം. നിങ്ങൾക്ക് മൈ കോഴ്സസ് എന്നതിന് താഴെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുകൾ കാണാം. HAPB, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ബി, PAB, ഫാർമസ്യൂട്ടിക്സ് ബി, അതാണ് PCB, PICB, ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി ബി. ഓക്കെ, ആ സെയിം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രമൊക്കെ നല്ല ചിത്രത്തിലുള്ള ഇപ്പോൾ അനാലിസിസിൻ്റെ ചിത്രം കാണാം. ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയുടെ നല്ലൊരു ചിത്രം കാണാം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ കോഴ്സുകൾ. ഈ ഓരോ ഐക്കണുകൾ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ യൂസേഴ്സ് ഒന്ന് കാണാം. ഓൺലൈൻ യൂസേഴ്സ് നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ യൂസേഴ്സും, അതായത് ഓൺലൈനിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും, ഇപ്പോൾ ലോഗിൻ ചെയ്ത എല്ലാ കുട്ടികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെ നിങ്ങൾക്ക് കാലണ്ടർ കാണാം. കാലണ്ടറിൽ ഇങ്ങനെ ബ്ലൂ കളറിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത് നിങ്ങൾക്ക് ഓരോ കാലണ്ടറിലും മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യാനുള്ളത്, നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത്, നിങ്ങൾ അസൈൻമെൻറ്റ് ഡ്യൂ ആണോ, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടോ, ക്ലാസ് കേൾക്കാനുണ്ടോ, അറ്റൻഡൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കി. ഇവിടെ ജസ്റ്റ് നിങ്ങളെ കർസർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഇപ്പം ഞാൻ ഇവിടെ 1 എന്നതിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസംബർ 1 ഉള്ള കാര്യങ്ങളാണ്. ഡിസംബർ 1 വേറെ തേർഡ് സെമസ്റ്ററിലെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ തേർഡ് സെമസ്റ്ററിലെ കുട്ടി ആയതുകൊണ്ടാണ് എനിക്കത് കാണുന്നത്. ഓക്കെ, ഞാൻ 4 കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും വീണ്ടും തേർഡ് സെമസ്റ്ററിൽ അസസ്മെൻ്റ് ഉണ്ട്, MCQ എക്സാമിനേഷൻ ഉണ്ട്. ഓക്കെ, 14th HAPB ബി ബാച്ചിൽ HAPയിൽ അറ്റൻഡൻസ് ഉണ്ട്. 21-ാം തീയതി HAP അറ്റൻഡൻസ് ഉണ്ട്. 28-ാം തീയതിയും HAP അറ്റൻഡൻസ് ഉണ്ട്. അപ്പോൾ HAPയുടെ അറ്റൻഡൻസ് എടുക്കുന്ന ദിവസങ്ങളാണ് അതെന്നർത്ഥം. ഇനി സപ്പോസ് ആരെങ്കിലും അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ അതും ഇവിടെ കാണിക്കും. ഓക്കെ, അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം അപ്കമിങ് ഈവൻറ്റ്സ്, അതായത് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന 21 ഡിസംബറിൽ 12 മുതൽ 11 വരെ നിങ്ങൾക്ക് മൺഡേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടി വരും. വീണ്ടും അറ്റൻഡൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് വിൻഡോയിൽ കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ ഓരോ സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാം. അതായത് എനിക്ക് പഠിക്കാൻ തുടങ്ങുകയാണ് ഞാൻ, അതായത് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്നുള്ള ആ ഒരു നല്ല ഭംഗിയുള്ള ചിത്രത്തിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയുടെ സാറ് പ്രിപ്പയർ ചെയ്ത കോഴ്സാണിത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സിലബസ് ഉണ്ട്, സിലബസ് ആൻഡ് സ്കോപ്പ് ഉണ്ട്, കോഴ്സ് കണ്ടന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കരിക്കുലത്തിൽ പഠിക്കേണ്ടത് അതെല്ലാം ഇവിടെ സാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് എനിക്ക് ഒന്നും വന്നിട്ടില്ല, സാർ അനൗൺസ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി ആ തൊട്ട് താഴെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിലബസ് എന്നുള്ളൊരു ഫയൽ കാണുന്നുണ്ട്. ഇത് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മിക്കവാറും ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐക്കൺ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സാറിൻ്റെ ജിമെയിലിൻ്റെ ഡ്രൈവിലേക്കാണ് ഇത് പോകുന്നത്. ആ ഡ്രൈവാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. ഇതൊരു വീഡിയോ ആണ്, ഇപ്പോൾ ഇതൊരു ക്ലാസ് ആണ്.
അപ്പോൾ ഞാൻ ആ ക്ലാസ് ക്ലിക്ക് ചെയ്ത ക്ലാസ് കാണും. അപ്പോൾ സാറെ ക്ലാസ് 11 മിനിറ്റ് 6 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണത്. ഓക്കെ, ഞാനിത് വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യും. ഇതാണ് എൻ്റെ ക്ലാസ്. ഞാൻ ക്ലാസ് വാച്ച് ചെയ്ത് ഇതുകൊണ്ട് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് സിലബസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളുമാണ്. 11 മിനിറ്റ് ഇത് വാച്ച് ചെയ്യും. ആ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബാക്കോട്ട് പോകും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് സിലബസിൻ്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്തെ ചെറിയൊരു ഒരു ബോക്സ് കാണാം, അത് ഞാൻ ടിക്ക് ചെയ്യണം. കാരണം എൻ്റെ ആ ഫസ്റ്റ് ഒരു ക്ലാസ് ഒബ്ജക്റ്റീവ് ആൻഡ് സിലബസിലെ ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതാണ് ആക്ടിവിറ്റി കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആക്ടിവിറ്റി കംപ്ലീഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് ടിക്ക് ചെയ്തു. ഓക്കെ, പലപ്പോഴും ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, ചില സമയങ്ങളിൽ ഇത് ഓട്ടോമാറ്റിക്കലി ടിക്ക് വരും. തൊട്ട് താഴെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ക്വയറുകൾ ഇങ്ങനെ ഫുൾ സ്ക്വയർ ആയിരിക്കില്ല, ഡോട്ടഡ് സ്ക്വയറുകളായിരിക്കും. ഡോട്ടഡ് സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ടിക്ക് വരും. ഓക്കെ, ഓട്ടോമാറ്റിക് കംപ്ലീഷനാണ്. അപ്പോൾ നമുക്കത് മാനുവലി പോയിട്ട് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കംപ്ലീറ്റ് ആയി ടിക്കായി വരും. ഓക്കെ, അത് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ സാറുമാർ നിങ്ങൾക്ക് അല്ലെങ്കിൽ മാഡംസ് നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ആക്കി തരും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എന്ന് വെച്ചാൽ മാനുവൽ കംപ്ലീഷനാണ്. അതായത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ടിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതും ഇതുപോലെ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു ക്ലാസ് കിട്ടും, വീഡിയോയുടെ ക്ലാസ് കിട്ടും. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് 6 മിനിറ്റിലൊരു വീഡിയോ ആണ്. ഞാനത് കംപ്ലീറ്റ് വാച്ച് ചെയ്യും. വളരെ ശ്രദ്ധാപൂർവ്വം വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ക്ലാസ് നോട്ടുകളൊക്കെ ഞാൻ കുറിച്ചെടുക്കും, എഴുതിയെടുക്കും. ഇനി ആ സാർ അതിനനുസരിച്ച് എനിക്ക് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറിച്ചെടുക്കുന്നത്. എഴുതിയെടുക്കണം എല്ലാ കാര്യങ്ങളും. ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് അത് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, പോയിന്റ്സുകൾ എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ആ ക്ലാസ് കഴിഞ്ഞു ടിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി കംപ്ലീറ്റ് ചെയ്തു, ടിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നുള്ള അടുത്ത ഒരു ചാപ്റ്ററും കൂടി ഞാൻ കാണാൻ പോവാണ്. എല്ലാം ചെറിയ കുഞ്ഞു ചാപ്റ്ററുകളായിരിക്കും, അല്ലെങ്കിൽ 10 മിനിറ്റോ 8 മിനിറ്റോ 7 മിനിറ്റോ ഉള്ള വീഡിയോ ആയിരിക്കും. അത് ഞാനിതുപോലെ 6.27. ഓക്കെ, അപ്പോൾ ഞാൻ അതും കണ്ടു കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിനു ശേഷം, ഓക്കെ, 6 മിനിറ്റ് ഞാനത് വാച്ച് ചെയ്തതിന് ശേഷം ഞാൻ അത് ടിക്ക് ചെയ്യും. ഓക്കെ, അതും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി എനിക്ക് അസൈൻമെന്റ് വരും. അടുത്ത ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകേണ്ടത്. ഈ ഫസ്റ്റ് നിങ്ങൾ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്റർ ഡെഫിനിഷൻ, സ്കോപ്പ് ഓഫ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ വാച്ച് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ നേരെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് സിലബസ് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നേരെ പോയി അസൈൻമെന്റ് ഓപ്പൺ ചെയ്യരുത്. കാരണം പലപ്പോഴും നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അസൈൻമെന്റ് ഓപ്പൺ ആവുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാനത് അൺടിക്ക് ചെയ്യാണ്, രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പക്ഷേ ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്കിവിടെ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ലിങ്ക് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഹൈഡ് ആയിട്ടാണ് കാണുന്നത്. തൊട്ട് താഴെ റെസ്ട്രിക്റ്റഡ് നോട്ട് അവൈലബിൾ എന്നിട്ട് ഒരു മെസ്സേജ് കാണാം. ദ ആക്ടിവിറ്റി ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഈസ് മാർക്ക്ഡ് കംപ്ലീറ്റ്. അതായത് ഈ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഞാനത് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അസൈൻമെന്റ് ഓപ്പൺ ആകുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ ടിക്ക് ചെയ്തിട്ട് അസൈൻമെന്റ് എഴുതിയാൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കും. അത് പോരാ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാനുവൽ ടിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടാണ്. ഈ നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങളിത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇവിടെ ഓട്ടോമാറ്റിക്കലി ടിക്ക് വരും.
അങ്ങനെ ഓട്ടോമാറ്റിക്കലി ടിക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പായ അസൈൻമെന്റ് ഓപ്പൺ ആവുള്ളൂ. ഇത് ടിക്ക് വന്നത് കൊണ്ട് ഈ അസൈൻമെന്റ് എനിക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ അസൈൻമെന്റിലേക്ക് വന്നു. അസൈൻമെന്റ് തൊട്ട് നേരെയുള്ള സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് സ്ക്വയർ ആണ്. ഡോട്ടഡ് സ്ക്വയർ മീൻസ് നിങ്ങൾ അസൈൻമെന്റ് ഇത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അസൈൻമെന്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് നമുക്ക് ഇടാൻ പറ്റില്ല. ഇത് നമ്മൾ അസൈൻമെന്റ് എഴുതി അത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓട്ടോമാറ്റിക്കലി ഇവിടെ ടിക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഇവിടെ വെറുതെ കർസർ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോട്ട് കംപ്ലീറ്റഡ് അസൈൻമെന്റ് 1. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ 2 ക്ലാസ്സും കേട്ട് കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റ് ക്ലിക്ക് ചെയ്ത് അസൈൻമെന്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, സബ്മിഷൻ സ്റ്റാറ്റസ് വരും. എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉള്ളത്? ഡിഫൈൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, റൈറ്റ് അബൌട്ട് സ്കോപ്പ് ഓഫ് അനാറ്റമി ആൻഡ് ഫിസിയോളജി, റൈറ്റ് എ നോട്ട് ഓൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ അസൈൻമെന്റ് സ്റ്റാറ്റസ് നോ അറ്റംപ്റ്റ് എന്നാണ് കാണിക്കുന്നത്, നോട്ട് ഗ്രേഡഡ് ആണ്, ഗ്രേഡൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടൈം റിമൈനിങ് ഉണ്ട്, 6 ദിവസം നമുക്കുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ അസൈൻമെന്റ് ഒക്കെ റെഡിയാക്കി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഡ് സബ്മിഷൻ ക്ലിക്ക് ചെയ്യും. ആഡ് സബ്മിഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ വരും. അപ്പോൾ നമ്മൾ ഫയൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ ആ ഫയൽ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതാണ് ഈ കൻ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആരോ മാർക്ക് വേണം. അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഒരു ആഡ് എന്നുള്ളൊരു ഇത് വരും. ആഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ആഡ് ചെയ്യാനുള്ള ഇത് ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ ഫയൽ ആഡ് ചെയ്യാം. അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് എ ഫയൽ നമ്മളെ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ വരും. ആ ഫയൽ ഇവിടെ വന്ന് കിടക്കും. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. ഇനി സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ അപ്ലോഡ് ആവും, അസൈൻമെന്റ് സബ്മിറ്റ് ആവും. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ആക്ടിവിറ്റി കംപ്ലീഷൻ്റെ ടിക്ക് വരും. ഓക്കെ, ഇതാണ് അസൈൻമെന്റ് സബ്മിഷൻ.